മറിയ കൂട്ടുരക്ഷകി. കന്യാമറിയത്തെ കൂട്ടുരക്ഷക എന്ന് വിളിക്കുന്നത് ശരിയല്ലെന്നുള്ള കത്തോലിക്ക സഭയുടെ പ്രഖ്യാപനം നാം ശ്രദ്ധിച്ചിരുന്നു. മാനവരാശിക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഈശോയാണ് രക്ഷകനെന്ന് സഭാരേഖ വ്യക്തമാക്കി. അമ്മയുടെ വാക്കുകൾ ഈശോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും കന്യാമറിയത്തിന് കൂട്ടുരക്ഷക എന്ന പദവി നൽകുന്നത് ക്രിസ്തീയ വിശ്വാസത്തിന് യോഗ്യമല്ല എന്ന് ലിയോ 14 മാർപ്പാപ്പയുടെ ആശീർവാദത്തോടെ നവ ഉപദേശരേഖ പ്രസ്താവിക്കുന്നുണ്ട്. പകരക്ഷക എന്ന സ്ഥാനം അനുചിതമെന്നും ഇത് വിശ്വാസ സത്യങ്ങൾക്ക് വിരുദ്ധവും വിപരീത ഫലം ഉളവാക്കുന്നതുമാണെന്ന് ഈ സുപ്രധാന രേഖ വിലയിരുത്തുന്നു. എന്നാൽ തുടർമാനമായി നൽകുന്ന വിശദീകരണത്തിൽ വലിയ പാകപ്പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് താനും. ക്രിസ്തീശോയിലൂടെ ഉള്ള രക്ഷാകര ദൗത്യത്തിൽ കന്യാമറിയത്തിന് പങ്കുണ്ടെന്നുള്ളതും ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ മധ്യസ്ഥയാണെന്നതും ഈശോയ്ക്ക് ജനനിയാകുക മൂലം മനുഷ്യവംശത്തിനാകെ രക്ഷാകവാടം തുറന്നു തന്നുവെന്നും തദ്വാര എല്ലാ വിശ്വാസികളുടെയും അമ്മയായി മാറിയെന്നുമാണ് അവർ കരുതുന്നത്. എന്നാൽ എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്നുള്ള വിശേഷണം പാടില്ല എന്നും രേഖ നിർദ്ദേശിക്കുന്നു. കന്യാമറിയത്തെ കൂട്ടുരക്ഷക എന്ന് വിശേഷിപ്പിക്കുന്നതിന് ഫ്രാൻസിസ് മാർപ്പാപ്പയും ശക്തമായി പ്രതിഷേധിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മുൻഗാമി ബെനഡിക്ട് 16 മാർപ്പാപ്പയും തന്റെ വിരോധം പ്രകടിപ്പിച്ചിരുന്നു. മറിയയുടെ വിനയാന്വിതമായ ജീവിതം, ദൈവത്താലുള്ള തെരഞ്ഞെടുപ്പിനാൽ ഈശോയുടെ അമ്മയെന്ന സ്ഥാനം, അതായത് രക്ഷകന് ജന്മം നൽകുവാനും വളർത്തുവാനും ലഭിച്ചു എന്നതാണ് ബൈബിളിൽ മറിയയ്ക്ക് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം. ഗബ്രിയേൽ മാലാഖയുടെ അറിയിപ്പിനോടുള്ള മറിയയുടെ പ്രതികരണം അവളുടെ വിശ്വാസത്തിന്റെയും അനുസരണത്തിന്റെയും ദൈവഹിതത്തോടുള്ള സമർപ്പണത്തിന്റെയും ഉദാഹരണമായി മനസ്സിലാക്കാൻ കഴിയും. യേശുവിന്റെ ക്രൂശീകരണത്തിലും ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അപ്പോസ്തലന്മാരോടൊപ്പം സാക്ഷിയാകുന്നതിലും യേശുവിന്റെ ജീവിതത്തിലെ ഇതര സംഭവങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചതുമായ അവളുടെ പ്രാധാന്യമേറിയ പങ്ക് സുവിശേഷങ്ങളിൽ പ്രകടമാണ്. മറിയയുടെ സുപ്രധാനമായ നിലയും പ്രാധാന്യവും നമുക്ക് നോക്കാം. ഒന്നാമത്, യേശുവിന്റെ അമ്മ. ദൈവം മനുഷ്യനായി തീർന്ന ജഡാവതരണ കർമ്മത്തിൽ മറിയയുടെ പങ്ക് സുപ്രധാനമാണ്. അവൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടത് യേശുവിന്റെ അമ്മയാകുവാനാണ്. രണ്ടാമത്, മറിയയുടെ മാതൃക. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, അങ്ങയുടെ വാക്കനുസരിച്ച് എനിക്ക് ഭവിക്കട്ടെ എന്ന പ്രശസ്തമായ ഗബ്രിയേൽ മാലാഖയോടുള്ള അവളുടെ പ്രതികരണം സമർപ്പണത്തിന്റെയും താഴ്മയുടെയും വിശ്വാസത്തിന്റെയും മകുടോദാഹരണമാണ്. എന്തുകൊണ്ടെന്നാൽ താൻ നേരിടാൻ പോകുന്ന പ്രയാസമേറിയതും അസാധാരണവുമായതുമായ അവസ്ഥാവിശേഷമാണ് ആ സന്ദർഭം. മൂന്നാമത്, മറിയയുടെ വിശേഷത. ദൈവസ്നേഹത്തിന്റെയും കൃപയുടെയും പ്രതീകമാണ് മറിയ. ബൈബിളിൽ ദൈവസ്നേഹത്തിന്റെയും അർഹിക്കാത്ത ദാനമായ ദൈവകൃപയുടെയും അന്തസത്ത ദൈവിക തെരഞ്ഞെടുപ്പിലൂടെ മറിയ യേശുവിനെ വഹിക്കാൻ തന്നിൽ പ്രദർശിപ്പിച്ചു. മറിയാമിനെ അപഗ്രഥിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്ന ചില പ്രധാനപ്പെട്ട വസ്തുതകൾ നമുക്ക് നോക്കാം. ഒന്ന്, ദൈവത്താൽ കൃപ ലഭിച്ച സ്ത്രീ. ദൈവിക കൃപ ലഭിച്ച, ദൈവത്താൽ നീതീകരിക്കപ്പെട്ട സ്ത്രീയായിട്ടാണ് അവളെ കാണുന്നത്. രക്ഷകനെ ആവശ്യമുള്ള ഒരു വനിത. ദൈവ സാധാരണക്കാരെ അനിതര സാധാരണമായ ഉദ്ദേശങ്ങൾക്കായി നിയോഗിക്കുമെന്നത് മറിയയുടെ ജീവിതത്തിലൂടെ പ്രകടമാകുന്നുണ്ട്. ബൈബിളിൽ സഭാപ്രസംഗി എന്ന പുസ്തകത്തിൽ നാം വായിക്കുന്നത്, പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല. എന്നാൽ യോഹന്നാൻ എഴുതിയ 1 ലേഖനം 1 അധ്യായം 8 വാക്യത്തിൽ, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 11 അധ്യായം 27-28 വാക്യങ്ങളിൽ, പുരുഷാരത്തിൽ ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട്, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു.
അതിനെ അവൻ അല്ല, ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. ദൈവവചനം അനുസരിക്കുന്നവരാണ് തനിക്ക് ജന്മം നൽകിയ സ്ത്രീയേക്കാൾ അനുഗ്രഹീതർ എന്നാണ് യേശു പ്രതികരിച്ചത്. ഈ സന്ദർഭത്തിൽ യേശുവിന് തൻ്റെ മാതാവായ മറിയയ്ക്ക് നല്ലൊരു പദവിയോ പ്രശംസാ കിരീടമോ നൽകാമായിരുന്നു എന്നത് വ്യക്തമാണല്ലോ. പക്ഷേ യേശു ക്രിസ്തു അങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, മറിയയുടെ മരണം ബൈബിളിലെങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. രണ്ടാമതായിട്ട് നാം കണ്ടെത്തുന്ന മറ്റൊരു വസ്തുത കന്യക മറിയം അമലോത്ഭവ അല്ല എന്നതാണ്. മറിയയ്ക്ക് പ്രത്യേകമായ പാപരഹിത ജനനം ഉണ്ടായി എന്ന് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടില്ല. ചില പാരമ്പര്യ സമൂഹങ്ങൾ കരുതുന്നത് യേശുവിനായി ശുദ്ധീകരിക്കപ്പെട്ട ഒരു പാത്രം പോലെ മറിയ ഗർഭവതിയായപ്പോൾ തനിക്ക് സ്വതവേയുള്ള ജന്മപാപമില്ലായിരുന്നു. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 1:47 മറിയ പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു, പാപനിയായ തനിക്ക് രക്ഷിതാവിൻ്റെ ആവശ്യമുണ്ടെന്ന് ഈ പ്രസ്താവനയിൽ വ്യക്തമാണ്. മൂന്നാമത്, ശാശ്വതമായ കന്യകാത്വം മറിയയ്ക്ക് ഉണ്ട് എന്ന വാദം വചനാനുസൃതമല്ല. മറിയ യേശുവിന് ജന്മം നൽകുമ്പോൾ അവളെ കന്യകയായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1:34 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ അവൾ സ്ഥിരമായി കന്യകയല്ലായിരുന്നു. മത്തായിയുടെ സുവിശേഷം 1:25 ഭാര്യയെ ചേർത്തുകൊണ്ടു മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. ചില പാരമ്പര്യ സമൂഹങ്ങളുടെ ഒരു വ്യാഖ്യാനത്തിൽ പറയുന്നത് അവള് കന്യകയായി ശാശ്വതമായി നിലകൊണ്ടു എന്നാണ്. മത്തായി 1:25 അനുസരിച്ച് മറിയയ്ക്കും ജോസഫിനും യേശുവിന്റെ ജനനത്തിന് ശേഷം മറ്റു കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ്. മത്തായി 13:55-56 വരെയുള്ള വാക്യങ്ങളിൽ ഇവൻ തച്ചന്റെ മകനല്ലയോ, ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ, ഇവന്റെ സഹോദരങ്ങൾ യാക്കോബ്, ജോസെ, ശീമോൻ, യൂദ എന്നിവർ അല്ലയോ, ഇവന്റെ സഹോദരികളും എല്ലാം നമ്മോടുകൂടെ ഇല്ലയോ? മർക്കോസിന്റെ സുവിശേഷം 6:3 അതേ വിവരണം തന്നെ ഉണ്ട്. ഗലാത്യർ 1:19 പൗലോസ് കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ കുറിച്ച് സൂചിപ്പിക്കുന്നു. യോഹന്നാൻ 7:5 യേശുവിന്റെ സഹോദരന്മാർ ആദ്യം അവനിൽ വിശ്വസിച്ചില്ല എന്ന് കാണുന്നു. അപ്പോസ്തല പ്രവൃത്തി 1:14 അപ്പോസ്തലന്മാർ സ്ത്രീകളോടും യേശുവിന്റെ അമ്മ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ പ്രാർത്ഥിച്ചിരുന്നുവെന്ന് കാണുന്നു. യോഹന്നാൻ 2:12 കാനാവിലെ കല്യാണത്തിന് ശേഷം യേശുവും അവന്റെ സഹോദരന്മാരും ശിഷ്യന്മാരും കഫർന്നഹൂമിലേക്ക് പോയി എന്ന് വായിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 3:22 നിന്റെ അമ്മയും സഹോദരന്മാരും പുറത്തുനിന്ന് നിന്നെ അന്വേഷിക്കുന്നുവെന്ന് പറഞ്ഞു. യേശുവിന്റെ ജനനത്തിന് ശേഷം ജോസഫും മറിയയും സാധാരണമായുള്ള ലൈംഗിക ബന്ധം ഉണ്ടായിരുന്നുവെന്നും അവർക്ക് വേറെ പല മക്കളും ഉണ്ടായിരുന്നുവെന്നും വചനം വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. നാലാമതായിട്ട്, യേശുവിന്റെ അമ്മ എല്ലാ വിശ്വാസികളുടെയും അമ്മയോ? തത്വത്തിന് അങ്ങനെ ചിന്തിക്കാമെങ്കിലും യഥാർത്ഥത്തിൽ എല്ലാവർക്കും അമ്മയാകുവാൻ ഒരു സ്ത്രീ മാത്രമായ മറിയയ്ക്ക് സാധിക്കും. എല്ലാവർക്കും അമ്മയാകുമ്പോൾ നമുക്ക് ആവശ്യങ്ങളും പ്രാർത്ഥനകളുമായി അമ്മയുടെ സവിധത്തിലേക്ക് ചെല്ലുവാൻ ഒരു ന്യായീകരണമുണ്ടാകും. ഉദാഹരണത്തിന് ഇവിടുത്തെ പല പുകൾപെറ്റ തീർത്ഥാടന കേന്ദ്രങ്ങൾ ആയതിന് തെളിവാണല്ലോ. യോഹന്നാന്റെ സുവിശേഷം 19:26-27 യേശുവിന്റെ ക്രൂശിനരികെ യേശു തന്റെ അമ്മയും
താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീ, ഇതാ നിന്റെ മകനെന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അഥവാ യോഹന്നാൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. മറ്റാർക്കും അമ്മയായിരിക്കുവാൻ മറിയയെക്കുറിച്ച് ബൈബിൾ പറയുന്നില്ല. ലോകത്തിലെ പല ക്രൈസ്തവ പ്രസ്ഥാനങ്ങളും വിശ്വസിക്കുന്നത് മറിയ യേശുവിൻ്റെ അമ്മ എന്നതിലുപരിയായി ദൈവത്തിൻ്റെ അമ്മയായും പറയും എന്നതാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ് മുതലായ സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ അമ്മയായി മറിയയെ കാണുന്നുണ്ട്. മറിയ കന്യകയായി ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടു, പരിശുദ്ധാത്മാവിനാൽ യേശുവിനെ ഗർഭം ധരിച്ചു എന്ന് മത്തായി, ലൂക്കോസ് തുടങ്ങിയ സുവിശേഷങ്ങൾ വിശദീകരിക്കുന്നു. പുതിയ നിയമത്തിലെ ഗലാത്യ ലേഖനത്തിലാണ് ആദ്യമായി മറിയയെ സംബന്ധിച്ച വിവരണം ലഭിക്കുന്നത്. സുവിശേഷങ്ങൾക്ക് മുന്നമേ ആണ് ഈ ലേഖനം എഴുതിയത്. ഇവിടെ അവളെ ഒരു സ്ത്രീ എന്ന നിലയിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അവളുടെ പേര് പറയുന്നില്ല. പുതിയ നിയമത്തിൽ ഗലാത്യർ 4:4-5 വാക്യങ്ങളിൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിൽ കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. പുതിയ നിയമത്തിൽ ഭാര്യ, ഭാര്യമാർ, സ്ത്രീ, സ്ത്രീകൾ എന്നിങ്ങനെയുള്ള സർവനാമങ്ങൾക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഗ്രീക്ക് വാക്കായ ഗുനെ ആണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. പ്രത്യേകം ബഹുമാനപുരസ്സരമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അഞ്ചാമത്, മനുഷ്യനും ക്രിസ്തുവിനും മധ്യേ മറിയ മധ്യസ്ഥയും. ചില പാരമ്പര്യ ക്രൈസ്തവ സമൂഹങ്ങൾ മറിയ തങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഒരു മധ്യസ്ഥ എന്ന നിലയിൽ പ്രാർത്ഥിക്കുന്നു അഥവാ അപേക്ഷിക്കുന്നുവെന്ന് വിശ്വസിക്കുമ്പോൾ, മറ്റ് ക്രൈസ്തവ വിശ്വാസികൾ ദൈവത്തിനും മനുഷ്യർക്കുമിടയിലെ ഒരേ ഒരു മധ്യസ്ഥൻ ക്രിസ്തുവേശു മാത്രമെന്ന ബൈബിൾ വചനം ഉച്ചൈസ്തരം ഘോഷിക്കുന്നു. 1 തീമോഥെയോസ് 2:5 പ്രസ്താവിക്കുന്നത് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ. ഈ വാക്യത്തിൽ നിന്നും യേശു ക്രിസ്തു മാത്രമാണ് നമ്മുടെ മധ്യസ്ഥനായി സ്വർഗത്തിലുള്ളത് എന്ന് വ്യക്തമാണ്. സാധാരണയായി കേട്ടുവരുന്ന ഒരു ഉദാഹരണം ഇതാണ്. പല വീടുകളിലും മുമ്പൊക്കെ അപ്പന്മാർ മാത്രമാണല്ലോ തീരുമാനങ്ങൾ എടുക്കുന്നതും നടപ്പിലാക്കുന്നതും. മക്കൾക്ക് ഡ്രസ്സ്, സ്കൂളിലെ പുസ്തകങ്ങള്, പെന്ന്, അതുപോലെ വിനോദയാത്ര പോകുക തുടങ്ങിയ ആവശ്യങ്ങൾക്കായി അവർ പിതാവിനോട് നേരിട്ട് പറഞ്ഞാൽ കിട്ടില്ല എന്ന് കരുതി അമ്മയുടെ മുണ്ടിലോ സാരിത്തുമ്പിലോ തൂങ്ങി തങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിന് അമ്മ വഴി അപ്പനോട് കാര്യം ഉണർത്തിക്കുന്ന രീതിയുണ്ട്. അമ്മയിൽ കൂടി അങ്ങനെ കാര്യം സാധിച്ചെടുക്കാമെന്ന മക്കൾക്കറിയാം. ബൈബിളിൽ നിന്നും ഒരു നല്ല ഉദാഹരണം ഉയർത്തിക്കാട്ടുന്നത് കാനാവിലെ കല്യാണ സദ്യയ്ക്ക് വീഞ്ഞു തീർന്നപ്പോൾ മറിയ വിഷയം യേശു കർത്താവിനോട് അറിയിച്ചതും യേശു ശുശ്രൂഷക്കാരോട് 6 കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ ആവശ്യപ്പെടുന്നതും ആയത് മേത്തരമായ വീഞ്ഞായിരുന്നുവെന്ന് വിരുന്നുവാഴി സാക്ഷ്യപ്പെടുത്തുന്നതും ഇവിടെ പ്രധാനമാണ്. ഇവിടെ യേശുവിൻ്റെ അമ്മ യേശുവിനോട് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിലെന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. മറിയ യേശുവിനോട് വീഞ്ഞില്ല എന്ന വസ്തുത അറിയിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ യേശുവിൻ്റെ ആ സമയത്തെ മറുപടി ശ്രദ്ധേയമാണല്ലോ. എൻ്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല എന്നത് തനിക്ക് പ്രവർത്തിക്കാനുള്ള സമയമായിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ് വെളിവാക്കുന്നത്. മറിയ ശുശ്രൂഷക്കാരോട് പറയുന്നതും നല്ല നിശ്ചയത്തോടെയാണെന്ന് പറയുവാൻ സാധിക്കുകയില്ല. അപ്പോൾ മറിയ യേശുവിനോട് അറിയിച്ചതിൽ അസാധാരണമായിട്ടൊന്നും കണ്ടെത്താനാവില്ല. ദിവംഗതയായ മറിയ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന ശ്രദ്ധിക്കുകയും
ഉത്തരം നൽകുകയും ചെയ്യണമെങ്കിൽ ദൈവീക സവിശേഷതകളുള്ളവളായിരിക്കണം. ഒന്നാമത് സർവ്വവ്യാപിയായിരിക്കണം, രണ്ടാമത് സർവജ്ഞാനിയായിരിക്കണം, മൂന്നാമത് സർവശക്തയായിരിക്കണം. സർവ്വരാജ്യങ്ങളിലും ഉള്ളവർ അപേക്ഷിക്കുമ്പോൾ ആ എല്ലാ പ്രാർത്ഥനകളും കേൾക്കുകയും എല്ലാവർക്കും ആവശ്യമായ ഉത്തരം നൽകുകയും ചെയ്യണമെങ്കിൽ മുൻപ് പ്രസ്താവിച്ച സവിശേഷതകളുള്ള ഒരു ദൈവത്തിനു മാത്രമേ സാധ്യമാകുകയുള്ളൂ. മറിയയുടെ ഭക്തിയോ അനുസരണമോ വിനയമോ തനിക്ക് യേശുവിന് ജന്മമേകുവാനുള്ള വലിയ കൃപ ലഭിച്ചെന്നല്ലാതെ ഒരു മധ്യസ്ഥയായി പരിഗണിക്കുന്നത് ഒരു നല്ല പങ്ക് ജനത്തിന്റെ പണവും സമയവും പാഴാക്കുന്നതിന് തുല്യമാണ്. എന്നാൽ ചില പ്രസ്ഥാനങ്ങൾക്കും തീർത്ഥാടക കേന്ദ്രങ്ങൾക്കും ഇത് വലിയ ആദായ സൂത്രമാണ് എന്നത് നിസ്സംശയം പറയുവാൻ സാധിക്കും. യേശു കർത്താവിന് മാത്രമേ നമ്മെ നിത്യമായി രക്ഷിക്കുവാനും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുവാനും സാധിക്കുകയുള്ളൂ. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ XYZ ആൽഫ സ്നേഹിതരെ, ഈശോ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതിനാൽ ഈ കർത്താവായ ഈശോയെ ജീവിതത്തിൽ രക്ഷകനായി സ്വീകരിച്ച് നിത്യരക്ഷ അഥവാ സ്വർഗം ലഭിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. പാരമ്പര്യത്തിൻ്റെയും അന്നത്തെ യഹൂദ സംസ്കാരത്തിൻ്റെയും വേലിക്കെട്ടുകൾക്കതീതമായി മറിയ എന്ന ആ അമ്മ സ്വീകരിച്ച രക്ഷകനെ താങ്കൾ സ്വീകരിക്കുമോ? ദൈവം എല്ലാ ചിന്തിക്കുന്നവരായ വിവേകമതികൾക്കും പുതുതലമുറയ്ക്കും ഒരു സമഗ്ര മാറ്റത്തിൻ്റെ ഈശോയുമായി ഒരു നവ്യ ജീവിതത്തിനായി പ്രത്യേക കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.